ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോക്ടർ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പം രോഹിത്തിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട, ഇവിടെ തന്നെ മതിയെന്ന് അലീന പറയാം. അതൊട്ടും പേഷ്യൻറ്റിന് ഇഷ്ടമാവില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് പേഷ്യൻറ്റിന് ഓക്കെ ആയി നോക്കുമോ എന്നുള്ള കാര്യം ഡോക്ടർ ചോദിച്ചപ്പം നോക്കിക്കൊള്ളാമെന്ന് അലീന പറയുവാണ്. പിന്നെ ഒരു മരുന്നൊക്കെ കൊടുത്തു, അതിനുശേഷം ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. ഇപ്പോൾ പനി തൽക്കാലം വിട്ടേക്കും, പക്ഷേ ശരിക്കും നന്നായി ദേഹം തുടയ്ക്കണമെന്നും അതുപോലെ തന്നെ നല്ല കെയർ കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയണം. എന്നിട്ട് കൊടുക്കേണ്ട മരുന്നുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തു. അതിൻ്റെ ടൈമും കാര്യങ്ങളും പറഞ്ഞു, ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് ഇപ്പോൾ 2-3 ദിവസം കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടതായിട്ട് വരുമെന്നും ഡോക്ടർ പറയുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിയെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലൻ ഡോക്ടറുമായിട്ട് പോവുകയാണ്. അപ്പോൾ ഡോക്ടറെ കൊണ്ടുവിടാനും ബാലൻ പോകണമല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അലീനയാണെങ്കിൽ രോഹിത്തിൻ്റെ അരികിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ രോഹിത് ആണെങ്കിൽ അലീനയെ നോക്കുന്നു പോലുമില്ല. അപ്പോൾ അലീന ഇങ്ങനെ രോഹിത്തിനെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. രോഹിത് നേരത്തേക്ക് മരുന്നൊക്കെ കഴിച്ചിട്ട് ചെറിയൊരു മയക്കത്തിലേക്ക് മയങ്ങി അങ്ങ് പോകുന്നു. അലീനയാണെങ്കിൽ കാവലായിട്ട് തൊട്ടരികിലിരിക്കുന്നു. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ തുണി നനച്ചിങ്ങനെ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തെല്ലാം കൊടുത്തിട്ട് കഞ്ഞി കൊടുക്കണം. കഞ്ഞി കൊടുക്കാനായിട്ട് ഇപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല, ശരീരം ഭയങ്കരമായിട്ട് വീക്കാണെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. ഡോക്ടർ ഇത് പറയുകയും ചെയ്തു. അപ്പോൾ നന്നായി ഫുഡ് കൊടുക്കണമെന്നും പറഞ്ഞു. അങ്ങനെ അലീന എന്നിട്ട് പതുക്കെ താഴേക്ക് ഇറങ്ങിപ്പോയി. അവിടെ ചെന്ന് കഞ്ഞിയും ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുമോ. അപ്പോൾ കൃഷ്ണ ചോദിച്ചു, ഇത് എന്തിനാ ചേച്ചിന്ന് ചോദിച്ചപ്പം രോഹിത്തിന് കൊടുക്കാനാണ്, ഡോക്ടർ പറഞ്ഞിട്ടാണ് പോയതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കൊടുത്ത കഞ്ഞിയൊക്കെ കുടിക്കുമോ ചേച്ചിന്ന് ചോദിക്കുമ്പോൾ കുടിപ്പിക്കണമല്ലോ, കുടിക്കാതിരുന്നാൽ എങ്ങനെയാണ് മോളെ ശരിയാകുന്നത്. അപ്പോൾ ശരീരത്തിലൊരു തുള്ളി പോലും ഭക്ഷണമോ കാര്യങ്ങളോ ഇല്ല, അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നം ഉണ്ടെന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതെല്ലാം സംസാരിച്ച് അലീനത്തെ കഞ്ഞിയായിട്ട് മുകളിലോട്ട് കയറിപ്പോയി. അപ്പോൾ ഞാൻ വരണോ ചേച്ചിന്ന് ചോദിച്ചു. വേണ്ട മോളെ, നീ കിടന്നോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. പിന്നെ അച്ഛൻ ഇപ്പോൾ തന്നെ ഡോക്ടറെ കൊണ്ടുവിട്ടിട്ട് വരുമല്ലോ എന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അലീന മുകളിലേക്ക് കഞ്ഞിയായിട്ട് കയറിപ്പോയി. അവിടെ ചെന്നപ്പോൾ രോഹിത് ഇങ്ങനെ നല്ല ഉറക്കം മയക്കം ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ രോഹിത്തെ എന്നും പറഞ്ഞ് അലീന വിളിച്ചു. രോഹിത്താണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല. രോഹിത്തെ എഴുന്നേക്ക്, കുറച്ച് കഞ്ഞി കുടിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് രോഹിത് ഇങ്ങനെ പതുക്കെ പറയുക. നീ കഞ്ഞി കുടിക്കുമെന്നും പറഞ്ഞ് നിർബന്ധിച്ച് അലീന എന്നിട്ട് പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. കഞ്ഞി കുടിക്കാത്തത് കൊണ്ടും ശരീരത്തിലൊരു തുള്ളി ജലാംശമോ ഭക്ഷണത്തിൻ്റെ അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ തളർന്നു പോയതെന്ന കാര്യവും പറയും. ഇനി ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ ഞങ്ങൾക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അലീന പറയുന്നു. ഇപ്പം നീ എന്നോടുള്ള വാശിയും വൈരാഗ്യമൊക്കെ മാറ്റി നിർത്ത്. നീ എന്നിട്ട് ഇച്ചിരി കഞ്ഞി കുടിക്കുക. നിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, നിൻ്റെ ശരീരത്തിന് വേണ്ടിയെങ്കിലും നീ കഞ്ഞി കുടിക്കുക. നിനക്ക് എല്ലാവരുടെയും മുന്നിൽ പ്രതിഷേധം കാണിക്കണമെങ്കിലും എഴുന്നേറ്റ് നിന്നാലല്ലേ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. അങ്ങനെ രീതിയിൽ, ഏത് രീതിയിലാണോ രോഹിത്തിനെ മെരുക്കിയെടുക്കേണ്ടത് അതേ രീതിയിൽ മെരുക്കിയെടുത്തു അലീന. എന്നിട്ട് കഞ്ഞി അങ്ങ് കോരി കൊടുക്കാൻ തുടങ്ങും. അതായത് വലിച്ചു പൊക്കി എഴുന്നേൽപ്പിച്ച് അവിടെ തലേണയൊക്കെ സപ്പോർട്ട് ചെയ്ത് വെച്ച് ഇരുത്തി കഞ്ഞി ഇങ്ങനെ കോരി കൊടുക്കുന്നു. അപ്പോൾ കോരി കൊടുത്തപ്പോഴത്തേക്കും തല വെട്ടിച്ചു. ഇനി ഞാൻ തരുന്നത് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ തന്നെ കഞ്ഞി കുടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് അലീന 2 പറ്റെങ്കിൽ 2 പറ്റുള്ളി ചെല്ലട്ടെ എന്ന് വിചാരിച്ച കഞ്ഞിയും വെള്ളം എല്ലാം കൂടെ കുറച്ച് അങ്ങ് കഴിപ്പിച്ചു. അങ്ങനെ വേണ്ടാഴിയാക്കി കഴിച്ചു രോഹിത്. അത് കഴിഞ്ഞപ്പോഴേക്കും മരുന്നും എടുത്തു കൊടുത്തു. എന്നിട്ട് രോഹിത്തിനെ അവിടെ കിടത്തി. എന്നിട്ട് അലീന ഇങ്ങനെ തൊട്ടരികിൽ തന്നെ ഇരിക്കുക. അങ്ങനെ അലീന തൊട്ടരികിലിരുന്ന് അനിയനെ ശുശ്രൂഷിക്കുന്നു. അപ്പോഴേക്കും ഡോക്ടറെ കൊണ്ടുവിട്ടിട്ട് ബാലൻ അങ്ങോട്ടേക്ക് വന്നു. ബാലൻ വന്നപ്പോൾ എങ്ങനെയുണ്ട് മോളേന്ന് ചോദിച്ചു. കുഴപ്പമില്ല അച്ഛാ, ഇപ്പം നേരത്തേലും പനി വിട്ടിട്ടുണ്ട്, ഞാൻ പിന്നെ ഇച്ചിരി കഞ്ഞിയൊക്കെ കൊടുത്തെന്ന് പറഞ്ഞു. കഞ്ഞി അവൻ കുടിച്ചോ? ഒരുപാടൊന്നും കഴിച്ചില്ല, എന്നാലും കുറച്ച് പറ്റും വെള്ളവും ഉള്ളിൽ ചെന്നിട്ടുണ്ട്, അതിൻ്റേതായ ഒരു മെച്ചമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞാനെന്നാ ഇന്ന് ഇവിടെ ഇരിക്കാം എന്ന് അച്ഛൻ പറയുമ്പോൾ വേണ്ട അച്ഛാ, അച്ഛൻ പോയി കിടന്നു, അച്ഛൻ ഉറക്കമുളച്ചാൽ ശരിയാവത്തില്ല, ഞാൻ നോക്കിക്കോളാം, അച്ഛൻ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ നീ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം അതൊന്നും ഓർത്ത് അച്ഛൻ ടെൻഷൻ ആവണ്ട, ഞാനല്ലേ പറയുന്നത്, ചെല്ലച്ചാ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ബാലനെ പറഞ്ഞു വിടുക. അങ്ങനെ ബാലൻ അന്നേരം മോളെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചേക്കണം കേട്ടോടി, ഓക്കെ അച്ഛാ എന്നും പറഞ്ഞു. അങ്ങനെ അത് നമ്മുടെ ബാലൻ അവിടെ നിന്ന് അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ അലീന ഇങ്ങനെ രോഹിത് ഇങ്ങനെ കിടക്കുന്നു. എൻ്റെ തൊട്ടരികിലെ തലക്കിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഇരുന്നിങ്ങനെ അനിയന് തലയിൽ തുണി നനച്ച് എടുത്തിടുന്നു. ചൂട് ഇതാകുമ്പോഴത്തേക്കും പിന്നെയും നനച്ചിടുന്നു. അങ്ങനെ സമയം നോക്കി ഇതെല്ലാം ചെയ്താൽ രാത്രി മുഴുവനും ആങ്ങളയ്ക്ക് കാവലിരുന്നു. ഇതേ സമയത്ത് വാടക വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ വൈജ മേഡം. അവിടെ ഹോസ്പിറ്റലിൽ വിളിക്കാവുന്നവരെല്ലാം വിളിച്ച് വലിയ ഡയലോഗുകളൊക്കെ ഇറക്കി ഭയങ്കര ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് വൈജയാണെങ്കിലും മനുവിനെ വിളിച്ചും കാര്യങ്ങൾ പറഞ്ഞു. മനുവിനെ വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ മനു മാന്യമായിട്ട് പറഞ്ഞു, ആൻറ്റി ഈ ചെയ്യുന്നതേ അത് ശരിയാകുന്ന പരിപാടിയല്ല കേട്ടോ ഒന്നും, അത് ശരിയാകുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാർ വലിയ ഡയലോഗൊക്കെ അടിച്ചു. ഇത് കഴിഞ്ഞ് മനു നേരെ വീട്ടിലേക്ക് വന്നപ്പോൾ ശിവൻ അവിടെ നിൽപ്പുണ്ട്. നീ എന്താണ് ഇത്ര വൈകിയെന്ന് ചോദിച്ചു. ഞാനേ ബാലേന്ദ്രനങ്ങളുടെ വീട്ടിൽ പോയായിരുന്നു എന്ന് പറഞ്ഞു. അതെന്തിനാ നീ അങ്ങോട്ട് പോയത്? അല്ല, ആൻറ്റി എന്തായാലും ഡിസ്ചാർജ് ആകുമ്പോൾ ആൻറ്റിയുടെ തീരുമാനം അത് അങ്കിളിനെ അറിയിക്കണമല്ലോ, അക്കാര്യം പറയാൻ വേണ്ടി പോയതാ. അതുമാത്രമല്ല, ആൻറ്റി ഇനി തിരിച്ചഥവാ നിങ്ങളുടെ തീരുമാനം പോലെ ആൻറ്റി ഇനി അങ്ങോട്ടെങ്ങാനും കൊണ്ടാക്കുമ്പോൾ
അങ്കിൾ എങ്ങനെ പ്രതികരിക്കും എന്നും കൂടെ ഒന്ന് അറിയണ്ടേ, അതൊക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ചു പോയതാണെന്ന് പറഞ്ഞു. എന്നിട്ട് ശിവന് അന്നേരം ചോദിച്ചു ബാലൻ എന്നിട്ട് എന്താ പറഞ്ഞെന്ന്. അപ്പോൾ ശിവനോട് മകൻ പറയുവാണ്, അങ്കിൾ ഈ കാര്യത്തിൽ ഭയങ്കരമായിട്ട് പ്രാക്ടിക്കലായി തന്നെയാണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു. എങ്ങനെ പ്രാക്ടിക്കലായിട്ട്? ആൻറ്റി അങ്ങോട്ടേക്ക് ചെല്ലുന്നതിൽ അങ്കിളിന് പ്രത്യേകിച്ച് പരാതിയോ പരിഭവമോ തടസ്സങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ അങ്കിളിന് 2 ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഡിമാൻഡോ? ഇനിയും എന്ത് ഡിമാൻഡ് അവൻ വെക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അലീനയെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഡിമാൻഡ്. രണ്ടാമത്തെ ഡിമാൻഡ് വൈജി ആൻറ്റി ഇനി ഒരിക്കലും ഭാര്യയായി അംഗീകരിക്കില്ല എന്നുള്ള ഡിമാൻഡ്. ഈ 2 ഡിമാൻഡുമാണ് അങ്കിള് എന്നോട് പറഞ്ഞതെന്നുള്ള കാര്യം മനു പറയുന്നു. ഇവനിത് എന്നാ ഭാവിച്ചു തുടങ്ങുവാണെന്ന് ശിവൻ ചോദിക്കുമ്പം, അച്ഛാ ആ മനുഷ്യനെ ഏതെങ്കിലും രീതിയിൽ കുറ്റം പറയാൻ പറ്റുമോ എന്ന് മകൻ അച്ഛനോട് ചോദിക്കുക. ആ അങ്കിൾ ആയതുകൊണ്ടല്ലേ അച്ഛാ ഇപ്പോഴും ഇങ്ങനെയെങ്കിലും നിന്നു പോകുന്നു എന്ന് ചോദിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റം പറയാനുള്ള ഒരു യോഗ്യതയും അച്ഛനോ അച്ഛൻ്റെ ഫാമിലിക്കോ അച്ഛൻ്റെ പെങ്ങൾക്കോ ഇല്ല. അതുകൊണ്ട് പെങ്ങളെ കുറേയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, കുറേയൊക്കെ ഒന്ന് അടങ്ങി ഒതുങ്ങി ജീവിക്കാനായിട്ട് പറ. ഇനി അവിടെ ചെന്ന് ഞാനാണ് ഏറ്റവും വലുതെന്നും പറഞ്ഞ് ബാലചന്ദ്രൻ അങ്കിളിൻ്റെ തലയിൽ കയറിന്ന് നിരങ്ങാനും അലിയനയോട് ഓരോ ദ്രോഹങ്ങൾ കാണിക്കാനും നിന്നാലേ അങ്കിള് വെറുതെ ഇരിക്കത്തൊന്നുമില്ല. അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ആൻറ്റിയുടെ അഹങ്കാരത്തിന് നിങ്ങൾ കൂട്ടു നിൽക്കുന്നിടത്തോളം ആൻറ്റി അഹങ്കാരി ആയിക്കൊണ്ടേ ഇരിക്കുമെന്നും പറഞ്ഞു. അതുകൊണ്ട് പെങ്ങളെ കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് തലവേദന ഇല്ലാതെ ജീവിക്കാം എന്നും പറഞ്ഞു മനു അകത്തേക്ക് കയറിപ്പോയി. ഇത് എന്തൊരു തൊല്ലയാണെന്നോർത്ത് ശിവൻ ഇങ്ങനെ നിൽക്കുന്നിട്ട് ശിവൻ നേരെ രാജീവനെ വിളിച്ചു. രാജീവനോട് വിവരങ്ങൾ പറയുവാണ്, ഇന്ന പോലെയാണ് ബാലൻ പറഞ്ഞതെന്നും പറഞ്ഞു. അപ്പോൾ വൈജി ആണെങ്കിൽ ഒറ്റക്കാലിൽ നിൽക്കുക, അങ്ങോട്ട് പോവില്ല എന്നും പറഞ്ഞു. അതൊക്കെ പറയുമ്പോൾ ഇവൾക്കിത് എന്തിൻ്റെ അസുഖമാണെന്നും ചോദിച്ചുകൊണ്ട് നേരം രാജീവൻ ദേഷ്യപ്പെടുക. അവക്കടെ ഒരു തോന്നിവാസത്തിനും ഇനി നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല ശിവേട്ട. എന്നും അവളുടെ പിന്നാലെ അവളുടെ കാര്യങ്ങൾ പരിഹരിച്ച് നമുക്ക് നടന്നാൽ മതിയോ? നമുക്ക് നമ്മുടേതായ കാര്യങ്ങളില്ലേ? മിണ്ടുമ്പോൾ ഓടി വരാനായിട്ട് ഇവിടെ എനിക്കിപ്പോൾ അതിനുള്ളൊരു സാഹചര്യമൊന്നുമില്ല. പിന്നെ ഇവളുടെ പേരും പറഞ്ഞ് ഇവൾക്ക് വേണ്ടിയിട്ട് ശിവേട്ടൻ്റെ ജോലി കളഞ്ഞ് അവിടെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ട് അവളെ എന്ത് കാണിച്ചാലും പറഞ്ഞാലും മറ്റൊരു വാടക വീട്ടിലേക്ക് അവളെ പറഞ്ഞയക്കാൻ പാടില്ല. ഹോസ്പിറ്റലിൽ നിന്നും അവളെ ബാലൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അത് നമ്മൾ ചെയ്തിരിക്കണം. ഇനി എന്തൊക്കെ ഭൂകമ്പം അവൾ സൃഷ്ടിച്ചാലും മറ്റൊരിടത്തേക്ക് അവളെ കൊണ്ടുപോകരുത്. ഇനി അവളുടെ അഹങ്കാരം സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് രാജീവനും പറഞ്ഞു. അങ്ങനെ ശിവനും രാജീവനും കൂടെ സംസാരിച്ചു. ഇക്കാര്യം എന്നിട്ട് ഗംഗേട്ടനെ വിളിച്ച് പറയണമെന്നും പറഞ്ഞു. ഗംഗേട്ടനെ വിളിച്ച് പറഞ്ഞ് ഗംഗേട്ടനെ കൊണ്ട് അവളോട് പറയിപ്പിക്കാം എന്നും പറഞ്ഞു. ഗംഗേട്ടനല്ല ആര് വന്നു പറഞ്ഞാലും വൈജയന്തി കേൾക്കില്ലല്ലോ എന്ന് അന്നേരം ശിവനും പറഞ്ഞു. അവൾ അഹങ്കരിച്ച് അവളുടെ തന്നിഷ്ടം കാണിക്കുകയാണെങ്കിൽ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞേക്കുക, പിന്നെ അതിന് ഇടവും വലവും നോക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞു. അങ്ങനെ ഇവരിതെല്ലാം പറഞ്ഞ് സംസാരിക്കുമ്പോൾ ശിവേട്ടൻ ഗംഗേട്ടനെ വിളിക്കുന്നത് ഞാൻ വിളിക്കണമെന്ന് ചോദിച്ചു. ഞാൻ വിളിച്ചോളാവെന്നും പറഞ്ഞു. ശിവൻ ഫോണും കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ ഗംഗേട്ടനെ വിളിക്കാം. ഗംഗേട്ടനെ വിളിച്ചിട്ട് വിവരങ്ങളെല്ലാം അറിഞ്ഞില്ലേന്ന് ചോദിച്ചു. എല്ലാ വിവരങ്ങളും അറിഞ്ഞെന്നും താൻ ഇവിടെ ഇല്ലായിരുന്നു എന്നും സ്ഥലങ്ങളിലൊക്കെ ടൂർ പോയിരിക്കുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇനിയിപ്പോൾ വൈജയുടെ കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. വൈജ ആണെങ്കിൽ ഒരു വാടക വീട്ടിലേക്ക് പോകുമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഇത്രയൊക്കെ കിട്ടിയിട്ട് അവൾക്ക് പഠിച്ചില്ലേന്ന് ഗംഗേട്ടൻ ചോദിക്കുക. അപ്പോൾ അവളെ ഒരിക്കലും കയറൂരി വിടാൻ പറ്റത്തില്ല എന്ന കാര്യം ഗംഗേട്ടനോട് ഈ ശിവേട്ടൻ അന്നേരം പറഞ്ഞു. ഗംഗേട്ടൻ തന്നെ അവളെ ഒന്ന് വിളിച്ച് അവളോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറയുവാണ്. അവളോട് കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങാൻ പറ എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ ബാലൻ പറഞ്ഞ കാര്യങ്ങളും ശിവേട്ടൻ പറയുന്നു. ഇനി വൈജയന്തിയെ ഭാര്യയായി അംഗീകരിക്കില്ലെന്നും അലീനയെ വിട്ടുകളയില്ലെന്നുമാണ് ബാലചന്ദ്രൻ്റെ ആ ഒരു നിലപാട്. അതിൽ വൈജി അങ്ങോട്ട് ചെല്ലരുതെന്നും അവിടെ താമസിക്കരുതെന്നും ഒന്നും ബാലചന്ദ്രൻ പറഞ്ഞിട്ടില്ല എന്നും പറയാം. അപ്പോൾ ബാലചന്ദ്രനെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല എന്നും അലീന അയാൾക്ക് ആരുമല്ല, അവളുടെ മകളാണ് അലീന. എന്നിട്ട് പോലും സ്വന്തം മകളായി ചേർത്ത് അലീനയെ നിർത്തുന്നുണ്ടെങ്കിൽ ആ മകൾ അത്രത്തോളം വിലപ്പെട്ടതാണെന്ന് ബാലചന്ദ്രൻ അറിയാവുന്നത് കൊണ്ടാണെന്ന കാര്യം ഗംഗേട്ടൻ അന്നേരം പറയാം. അലീനയുടെ വില എന്താണെന്ന് വൈജയ്ക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യവും ഗംഗേട്ടൻ പറഞ്ഞു. അങ്ങനെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. എന്നിട്ട് ഇത് ഇനി വൈജയുടെ ഓരോ അഹങ്കാരത്തിനും കൂട്ടു നിൽക്കില്ലെന്നും വൈജി എന്ത് ചെയ്താലും വൈജയനെ വേറൊരു വീട്ടിലേക്ക് ഇനി വിടില്ല എന്നും ബാലചന്ദ്രൻ്റെ വീട്ടിലേക്കേ കൊണ്ടാക്കുള്ളൂ, അങ്ങനെ ചെയ്താൽ മതിയെന്നും ഗംഗേട്ടനും പറഞ്ഞു. ശിവനും അത് സമ്മതിച്ചു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ വീട്ടിലൊക്കെ ആയി. വൈജ പോലും അറിയാതെ വൈജയെ മര്യാദ പഠിപ്പിക്കാൻ അവർ തന്നെ തീരുമാനിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മാമച്ചനും അതുപോലെ ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരും. അപ്പോൾ അവിടെ ചെക്കപ്പും കാര്യങ്ങളെല്ലാം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും മാമച്ചാന് വലിയൊരു ബ്ലോക്ക്, 2 ബ്ലോക്ക്.
അപ്പോൾ അത് ഉടനടി തന്നെ ഓപ്പറേഷനും കാര്യങ്ങളും വേണമെന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായിപ്പോയി രേവതിക്കുട്ടിക്ക്. രേവതിക്കുട്ടി അന്നേരം തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് മാമച്ചാനെ എടുത്തിട്ട് കുടയുക, എന്നെ മരുന്നൊന്നും കൃത്യമായിട്ട് കഴിക്കില്ലാത്തത് കൊണ്ടല്ലേ അങ്ങനെ ചെയ്തത്, ഇങ്ങനെ വന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. ഞാൻ എന്നും കൃത്യസമയത്ത് മരുന്ന് തന്നുകൊണ്ടിരുന്നതല്ലേ, ഡോക്ടർ പറഞ്ഞിരുന്നതല്ലേ, ചെക്കപ്പിന് ചെല്ലുമ്പോഴെല്ലാം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്കിൾ എത്ര ഇവിടെ നിന്ന് മറന്നുപോയോ, എവിടെ മരുന്നുകൾ, ഞാൻ തന്നുകൊണ്ടിരുന്ന മരുന്നുകളൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോഴത്തേക്കും ഇങ്ങനെ തലയാട്ടി കാണിച്ചപ്പോഴത്തേക്കും നമ്മുടെ അവിടെ ഒരു കവർ ഇരിപ്പുണ്ടെന്ന്, ആ കവറിൽ നിന്ന് രേവതിക്കുട്ടി എടുത്ത് നോക്കിയപ്പം നാളുകൾക്ക് മുന്നേ കൊടുത്ത മരുന്നുകൾ വരെ ഇപ്പോഴും ആ ഒരു കവറിൽ തന്നെ വെച്ചിരിക്കും. ഇത് കണ്ടപ്പോൾ രേവതിക്കുട്ടിക്ക് സഹിക്കാൻ പറ്റിയില്ല. ചങ്ക് പൊട്ടിപ്പോകുന്ന വേദനയോടെ കരഞ്ഞുകൊണ്ട് കുറേ ഏതാണ്ടൊക്കെ പറഞ്ഞു, കുറേ സങ്കടപ്പെട്ട് അങ്ങ് പറഞ്ഞു കേട്ടോ. എന്താന്ന് വെച്ചാൽ ആയിക്കോ, എങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരിത്. അല്ലെങ്കിൽ ഞാൻ ആരാല്ലേ, ഞാൻ പറയാൻ ആരാ, വെറും വേലക്കാരി, ഏതോ അനാഥാലയത്തിൽ നിന്ന് വേലയ്ക്കെടുത്തുകൊണ്ട് വന്നവൾ പറയുന്നതിന് എന്താ അല്ലേ വിലയുള്ളതെന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഇത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോഴത്തേക്കും ഗ്രേസമ്മയ്ക്കും മമ്മച്ചാനും സങ്കടമായി. രേവതിക്കുട്ടി എന്നിട്ട് എഴുന്നേറ്റ് അവിടെ പോയിരിക്കാം. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ രേവതിക്കുട്ടിയുടെ ഉള്ളു ഭയങ്കരമായിട്ട് വേദനിക്കുക. വേഗം ഫോൺ എടുത്ത് അലീനയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കൃഷ്ണമോളാണ് ഫോൺ എടുത്തത്. ഹലോ ചേച്ചി. അപ്പോൾ അലീന ചേച്ചി ഇവിടെ ഇല്ല. അലീന ചേച്ചി രോഹിയേട്ടന് പനി ആയതുകൊണ്ടേ എല്ലാ കാര്യങ്ങളും അലീന ചേച്ചിയാണ് നോക്കുന്നത്. അപ്പോൾ ദേ മുറിയില്ല, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അത് എന്താ ചേച്ചിയുടെ സൗണ്ടൊക്കെ വല്ലാതിരിക്കുന്നതെന്നും കൃഷ്ണ ചോദിക്കുക. അപ്പോഴേക്കും മാമച്ചായൻ്റെ അസുഖമൊക്കെ പറയുവാണ്. അപ്പോൾ ദേ 2 ബ്ലോക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്, ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞ, മരുന്നുകളൊന്നും കഴിക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടങ്ങൾ ഇങ്ങനെ കൃഷ്ണയോട് പറയുന്നു. അപ്പോൾ അത്ര വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ലെന്നേ, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ പറയാതിരുന്നതെന്ന് പറഞ്ഞ് കൃഷ്ണ അന്നേരം രേവതിക്കുട്ടിയെ സമാധാനിപ്പിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേസമ്മ അതുവഴി വന്നു, രേവതിക്കുട്ടിയും ഈ ഫോൺ വിളിയും കേട്ടുകൊണ്ട്. അപ്പോൾ രേവതിക്കുട്ടി സ്വന്തം അച്ഛനും അമ്മയും ആണവർ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്കിളിന് ഒരു നോട്ടവും ഇല്ല, അങ്കിളും ആൻറ്റി ഇല്ലെങ്കിൽ എനിക്ക് ആരാ ഉള്ളത്, ഞാൻ വീണ്ടും അനാഥയായി പോയില്ലേ, ഇതൊക്കെ പറഞ്ഞിങ്ങനെ ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് കൃഷ്ണയോട് തൻ്റെ സങ്കടങ്ങളൊക്കെ പറയാം. അപ്പോൾ രേവതിക്കുട്ടിയുടെ ഉള്ളിലെ ആ ഒരു വേദനയല്ല അകത്ത് മാറി നിന്ന് കേട്ട നമ്മുടെ ഗ്രേസമ്മയ്ക്ക് രേവതിക്കുട്ടിക്ക് ഇവരോടുള്ള സ്നേഹം അത് കൃത്യമായി മനസ്സിലായി. അങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി രേവതിക്കുട്ടി ഇവരെ പറ്റി ഇങ്ങനെ കൃഷ്ണയോട് സംസാരിക്കുക. അപ്പോൾ ചേച്ചി സങ്കടപ്പെടാതിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, അങ്കിളിന് അങ്ങനെയൊന്നും വരില്ലെന്നേ, ഒന്നും സംഭവിക്കില്ലെന്നേ എന്നൊക്കെ പറയാം. അവരൊക്കെ നല്ല മനുഷ്യരല്ലേ, നല്ല ആൾക്കാരല്ലേ, അങ്ങനെ ദൈവം അവരെ കൈവിടുമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ ഇങ്ങനെ രേവതിക്കുട്ടിയെ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് അലീന ചേച്ചിയെ കൊണ്ട് വിളിപ്പിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഗ്രേസമ്മ വന്ന് നിൽക്കുന്ന. ഗ്രേസമ്മയെ കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ തലയും ഇതാക്കിക്കൊണ്ട് ഇങ്ങനെ രേവതിക്കുട്ടി നിൽക്കും, ഒരു കെറിവ് പോലെ. മോളെ രേവതി എന്നും പറഞ്ഞ് വിളിച്ചു. രേവതി നോക്കുന്നില്ല. അപ്പോഴത്തേക്ക് രേവതിയെ കെട്ടിപ്പിടിച്ച് ഗ്രേസമ്മ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴത്തേക്കും രേവതിക്കുട്ടിക്ക് സഹിക്കാൻ പറ്റില്ല. രേവതിക്കുട്ടി പിന്നെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കരഞ്ഞു. അങ്ങനെ തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളും അല്ലെങ്കിൽ ആ ഒരു പേടിയും ആ ഒരു ഇതെല്ലാം ഇങ്ങനെ രേവതിക്കുട്ടി ഇങ്ങനെ പറയാം. അങ്ങനെ ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് ഈ വിവരം പറയാനായിട്ട് നമ്മുടെ അലീനയുടെ അരികിലേക്ക് കൃഷ്ണമോള് ചെല്ലുമ്പോൾ അനിയൻ്റെ അരികിലിരുന്ന് ഇങ്ങനെ മയങ്ങുകയാണ് ഈ പറയുന്ന അലീന. ഇടയ്ക്കിടയ്ക്ക് തലയിൽ ഇങ്ങനെ തുണിയൊക്കെ വെച്ച് മാറ്റി കൊടുത്ത് ഇങ്ങനെ ഇരുന്ന് മയങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ രോഹിത് പതുക്കെ കണ്ണ് തുറന്നപ്പോൾ തൊട്ടരികിൽ ഇരുന്ന് ഉറങ്ങുന്ന അലീനയാണ് കാണുന്നത്. അത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടൊരു എന്താ പറയുന്നൊരു സങ്കടമാണോ എന്തൊക്കെയോ ഒരു ഇതായിട്ട് നമ്മുടെ ഈ രോഹിത് ഇങ്ങനെ കിടക്കണം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ കഥയിൽ വരാനുള്ളത്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയരുത് കേട്ടോ. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.